ഞങ്ങളുടെ കയ്യിൽ ആണവായുധമുണ്ട്. ഉം. ഞങ്ങൾ തകരുമെന്ന് തോന്നിയാൽ ലോകത്തുള്ള പകുതി രാഷ്ട്രങ്ങളെയും കൊണ്ടേ ഞങ്ങൾ പോകും. ഞങ്ങൾ ഒറ്റയ്ക്ക് പോകില്ല. പറയുന്നത് പാക് സൈനിക മേധാവി അസിം മുനീറാണ്. അത് പറഞ്ഞതാകട്ടെ അമേരിക്കയിൽ വെച്ചു. അവിടുത്തെ മുന്തിയ പാക് ബിസിനസ്സുകാരുടെ ഒരു വിരുന്നിൽ വെച്ചാണ് പാക് സൈനിക മേധാവി ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയത്. എന്താണ് സാർ ഇതിൻ്റെ പുറകിലെ ഉദ്ദേശം? വീണ്ടും ഇന്ത്യക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കം നടത്തുമെന്നാണോ? ഇത്രയ്ക്ക് ധൈര്യം അസിം മുനീറിന് എവിടുന്ന് കിട്ടി? അസിം മുനീറിൻ്റെ ധൈര്യമല്ല ഇത് ട്രംപിന് മുമ്പിൽ ട്രംപറ്റ് വായിക്കുന്ന അസിം മുനീറിനെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അസിം മുനീറിൻ്റെ സ്വരം എന്ന് പറയുന്നത് ഒരു ഭീകരവാദിയുടെ സ്വരമാണ്. പട്ടാള മേധാവിയുടെ പോലുമല്ല, ഒരു ഭീകരവാദിയുടെ കൃത്യമായ ഒരു മതഭീകരവാദിയുടെ സ്വരമാണ് അദ്ദേഹം കാണിക്കുന്നത്. ഇത് അമേരിക്ക നോക്കിക്കോളൂ, പാമ്പിന് പാല് കൊടുക്കുന്ന പോലെയാണ്. ഇത് മറ്റൊരു ഒസാമ ബിൻ ലാദനെ വളർത്തുക. ഒസാമ ബിൻ ലാദൻ ഇത്ര ഭീകരമായ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ലോകത്തിലെ പകുതി ഭാഗം ഞങ്ങൾ കൊണ്ടുപോകും, നശിപ്പിച്ചിട്ടേ പോകൂ എന്നുള്ളതാണ്. ഇത് ഒസാമ ബിൻ ലാദൻ പോലും പറഞ്ഞിട്ടില്ല. ഒസാമ ബിൻ ലാദന് കുറച്ചുകൂടെ പോസിറ്റീവായിട്ടുള്ള മൈൻഡ് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. ഇത് ഏറ്റവും മ്ലേച്ഛമായ നീചമായ ഒരു നെഗറ്റീവ് മൈൻഡിന്റെ കൃതിയാണ് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന്. ഇതൊരിക്കലും അമേരിക്കക്കെന്നല്ല, ഇന്ത്യക്കെന്നല്ല, ലോകത്തെ ഒരു രാഷ്ട്രത്തിനും ഇത് ഭൂഷണമല്ല എന്ന് മാത്രമല്ല, ട്രംപിന്റെ നോബൽ പ്രൈസ് നേടാനുള്ള ശ്രമത്തിലെ ഒരു വലിയ തിരിച്ചടി കൂടിയാണ്. കാരണം ലോകത്തെ അണുവായുധ ഭീഷണിയിലേക്ക് ആഴ്ത്തുന്ന ഒരു വ്യക്തിയെ പാലൂട്ടി വളർത്തുന്ന ആളിന് എങ്ങനെ നോബൽ സമ്മാനം കൊടുക്കുമെന്ന് നാളെ ലോകം ചോദിക്കും. വെളുക്കാൻ തേച്ചത് പാണ്ടായി. വെളുക്കാൻ തേച്ചത് പാണ്ടല്ല, ഇത് വലിയൊരു വ്രണമായി ട്രംപിന്റെ മുഖത്തും ദേഹത്തും പരക്കാൻ പോവുകയാണ്. നമ്മൾ പണ്ടേ പറയുമല്ലോ, ഈ നാറിയവനെ തൊട്ടാലത്തെ കഥ. അതെ, ഇത് തൊട്ടവനും നാറും. അതെ, തൊട്ടവനും നാറും, തൊട്ടടത്തെല്ലാം നാറും. ഇത് ട്രംപിന് അസീം മുനീർ അത്തരത്തിലൊരു വിനയായി മാറും എന്നുള്ളത് ഉറപ്പാണ്. അതിൻ്റെ ആദ്യത്തെ ഇതാണ് ആ വായിൽ നിന്ന് വന്ന ഇത്ര നീചമായ നികൃഷ്ടമായ ചില പദങ്ങൾ. ഇതിപ്പോൾ സാർ, ഈ മുനീർ ഇത് പറഞ്ഞ് നാവ് വായിലേക്ക് തിരിച്ചിട്ടില്ല. അതിനു മുമ്പ് തന്നെ നമ്മുടെ കരസേനാ മേധാവി നല്ല മറുപടി കൊടുത്തു. അദ്ദേഹം ആദ്യം പറഞ്ഞത് സൈന്യത്തിനോട് തയ്യാറെടുത്തുകൊള്ളൂ, രാജ്യം ഒറ്റക്കെട്ടാണ്, നമ്മുടെ ജോലി ഇതാ തുടങ്ങാൻ പോവുകയാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ വാസ്തവത്തിൽ ഒരു ടെൻഷൻ ഫീൽ ചെയ്യുന്നില്ലേ സാർ അവിടെ? വളരെയധികം ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളായി ട്രംപ് മാറിയിരിക്കുന്നു. ട്രംപിന്റെ കൂലിപ്പട്ടാളക്കാർ മാറിയിരിക്കുന്നു. അസീം മുനീർ ഒരു കൂലിപ്പട്ടാളക്കാരനാണ്. അതുകൊണ്ടാണ് നമ്മുടെ കരസേനാ മേധാവി പറഞ്ഞത് കരുതിയിരിക്കുക. ഈ തരം വ്യക്തികൾ എന്ത് വികൃതരമാണ് കാണിക്കുക എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചിട്ടില്ല. രാജ്നാഥ് സിംഗ് ഇന്നലെയും പറഞ്ഞു. ഇതുകൊണ്ടാണ് അത് പറഞ്ഞത്. എന്തുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല? നമുക്കറിയാം, ഇത് താൽക്കാലികമായ ഒരു വെടിനിർത്തൽ മാത്രമാണ്. ഇത് പെർമനന്റ് അല്ല. പെർമനന്റ് ആകണമെങ്കിൽ ഈ തരം ദുഷ്ടശക്തികളെ പാകിസ്ഥാനിൽ നിന്ന് വിരട്ടി ഓടിക്കേണ്ട സമയമായി പോയി. അതിനെ അങ്ങനെ വിരട്ടി ഓടിച്ചാൽ മതിയോ സാർ? അതിനെ എന്നേക്കുമായിട്ട് അവസാനിപ്പിച്ചാലല്ലേ? അല്ല, അതിനെ അവസാനിപ്പിക്കണമെങ്കിൽ നമ്മൾ മുമ്പ് പറയാറുള്ള പോലെയുള്ള മാറ്റങ്ങൾ, POK പ്രത്യേകമായും അതുപോലെ തന്നെ ബലൂചിസ്ഥാൻ പ്രത്യേകമായും ഒക്കെയുള്ള രാഷ്ട്രങ്ങളാകുക എന്നുള്ള അവിടുത്തെ ജനതയുടെ ആഗ്രഹം ഇന്ത്യ സാധിച്ചു കൊടുക്കും. ഇന്ത്യയോട് ചേർക്കാൻ പറ്റുമെങ്കിൽ അത് നോക്കണം, POK എങ്കിലും. ബാക്കി ഭാഗങ്ങൾ സ്വതന്ത്ര രാഷ്ട്രങ്ങളായി അവിടെ നിലനിൽക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ കൂടി ചെയ്തു കൊടുക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഇന്ത്യക്ക് അതിന് കഴിയും. കാരണം ഇന്ത്യ, ചൈന, റഷ്യ അച്ചുതണ്ട് വളരെ ശക്തമായിട്ട് ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ ഒരു ജൈജാൻറ്റിക് ഫോഴ്സായി മാറിയിരിക്കുക. അത് പണ്ട് നമ്മുടെ ഷീ ജിൻപിങ് പറഞ്ഞ പോലെ, നിങ്ങളുടെ ആനയും ഞങ്ങളുടെ ഡ്രാഗണും എന്ന് പറഞ്ഞതുപോലെ ഇപ്പം അത് മാത്രമല്ല, റഷ്യയുടെ പീരങ്കിപ്പടയും കൂടെ അതിൻ്റെ കൂടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇത് പിടിച്ചാൽ കിട്ടാത്തൊരു ശക്തിയാക്കി വളർത്തിയത് ട്രംപാണ് എന്ന് വേണമെങ്കിൽ പറയാം. അറിയാതെ ചെയ്തതാണ്. അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അറിയാതെ ചെയ്തതാണ്. ഇന്ത്യ മുട്ടുമടക്കി അദ്ദേഹത്തിന്റെ കാൽ കീഴിൽ ചെല്ലുമെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. കാരണം ഇന്ത്യയുടെ പഴയ നേതാക്കളെല്ലാം അങ്ങനെയായിരുന്നു. ഇന്ത്യയുടെ പഴയ പാരമ്പര്യം അങ്ങനെയായിരുന്നു. അവിടുന്ന് എന്ത് പറയുന്നു അതിനനുസരിച്ച് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു രാഷ്ട്രത്തലവന്മാരും രാഷ്ട്രവും ഉണ്ടായിരുന്ന കാലമായിരുന്നു. പക്ഷെ അത് മാറിയിരിക്കുന്നു എന്നുള്ളത്
ട്രംപിന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. പക്ഷേ വൈകിപ്പോയി, വണ്ടി ബെല്ലടിച്ച് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇനി ഓടിയാൽ പോലും ഫുട്ബോളിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് സംശയമാണ്. സാർ, ഇതൊക്കെ പറയുമ്പോഴും ഈ അസീം മുനീറും ട്രംപും കൂടി ഉണ്ടാക്കുന്ന തലവേദന ചെറുതല്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഒരു ഭാഗം നമ്മൾ കണ്ടു. എങ്കിലും നമ്മുടെ ഈ സൈനിക മേധാവിയുടെ വാക്കുകൾ, ഇപ്പോഴത്തെ ഈ സൈന്യത്തിനോട് തയ്യാറെടുക്കാനും രാജ്യം ഒറ്റക്കെട്ടാണ്, നമ്മൾ ഐക്യത്തോടെ ഇതിനെ നേരിടും എന്നൊക്കെ പറയുമ്പോഴും ഒരു നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് ഇന്ത്യ പോകും, അതിനുള്ള സാധ്യതയുണ്ട്? ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് അത് അത്യാവശ്യമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇന്ത്യക്ക് പുറത്തുള്ള പാകിസ്ഥാനികളെക്കാൾ ഇന്ത്യക്ക് അകത്തുള്ള പാകിസ്ഥാനികൾ അതിരൂക്ഷമായി ഇവിടെ പല പ്രകടനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് അവസാനിപ്പിക്കാനായിട്ട് ഇന്ത്യക്ക് കഴിയണമെങ്കിൽ ഇന്ത്യ ഒരു വലിയ യുദ്ധത്തിന് തയ്യാറെടുക്കണം. അത് ബാഹ്യശക്തികളോട് യുദ്ധം ചെയ്യുമ്പോൾ ആഭ്യന്തര ശക്തികളെ ഒതുക്കി നിർത്താൻ നമുക്ക് വളരെയധികം സഹായിക്കും. അത്തരത്തിലൊരു നീക്കത്തിന് ഇന്ത്യ മുതിർന്നാൽ അത് രണ്ടുദ്ദേശമായിരിക്കും. ഒന്ന്, നമ്മുടെ മുറ്റത്ത് എത്തിയിരിക്കുന്ന ഭീഷണിയെ തകർക്കുക. മറ്റൊന്ന്, വീട്ടിനകത്തിരിക്കുന്ന പെരുമ്പാമ്പിനെ ചവിട്ടി ഒതുക്കുക. അതിനെ കൂട്ടിലടച്ച് അതിനെ കാട്ടിക്കൊണ്ട് വിടാം. കാട്ടിക്കൊണ്ട വീട്ടിലേലും ഇവിടെ കൂട്ടിലടച്ച് നമുക്ക് ചെറിയ ചുണ്ടരിയെ പെരിച്ചാഴിയെ കൊടുത്ത് അതിനെ വളർത്താം. കൂടുതൽ ഇവിടുത്തെ ജനതയെ ശല്യപ്പെടുത്താത്ത വിധത്തിൽ നമുക്ക് ഭീഷണി ഒഴിയുന്ന വിധത്തിൽ ഒന്ന് മെരുക്കേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു. ഇല്ലെങ്കിൽ പാകിസ്ഥാന്റെ പത്തികൾ, US-ന്റെ പത്തികൾ ഒക്കെ ഇവിടെ കിടന്ന് ആടിക്കൊണ്ടിരിക്കും. ആ ആടലിൽ ഇന്ത്യ ചിലപ്പോൾ ഉലഞ്ഞെന്ന് വരും. അതുകൊണ്ട് ആഭ്യന്തര പ്രശ്നങ്ങളാണ് നമുക്ക് വിദേശ പ്രശ്നങ്ങളെക്കാൾ പ്രധാനം എന്ന് നമ്മൾ കാണേണ്ട സമയം. രൂക്ഷം അതാണ്, ഭീഷണി അതാണ്. നമ്മൾ ഒറ്റക്കെട്ടാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നോ, ഇല്ലെങ്കിൽ ഒറ്റക്കെട്ടാക്കും. സൈന്യം അതിന് തുനിയേണ്ടി വരും. ഈ രാഷ്ട്രമാണ് ഏറ്റവും വലുതെന്ന് വിശ്വസിക്കുന്ന ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഫോഴ്സ് നമ്മുടെ സൈന്യമാണ്. ആ സൈന്യം അതിന് തുനിഞ്ഞാൽ പിന്നെ അതിന്റെ മുന്നിൽ അതിന്റെ മുന്നിൽ ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അവിടെ പിന്നെ രാഷ്ട്രീയവും മതവും ജാതിയും ഒന്നും നമ്മളെ. രാജ്യം അപകടത്തിലാകുമ്പം എന്ത് രാഷ്ട്രീയം, എന്ത് മതം, എന്ത് ജാതി, ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ: ശത്രുവിനെ നിഗ്രഹിക്കുക. അത് അകത്താണെങ്കിലും പുറത്താണെങ്കിലും ഒരുപോലെയല്ല. അകത്താണെങ്കിൽ കഠിനമായിട്ടും പുറത്താണെങ്കിൽ നമുക്ക് സൗകര്യമുള്ള പോലെ ശല്യം ഓടിച്ചു വിട്ടാൽ മതി. നമുക്കിത് തട്ടി മാറ്റിയാൽ മതി. അകത്തുള്ളതിനെ തട്ടി മാറ്റിയാൽ പോരാ, ചവിട്ടി ഒതുക്കി രാഷ്ട്രത്തിന്റെ ജനതയുടെ രാഷ്ട്രത്തിലെ ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് തുല്യമായിട്ട് പോകണം. രാഷ്ട്രത്തെ ജനങ്ങളുടെ താല്പര്യങ്ങളെ ഹനിക്കുന്ന ഒരു ശക്തിയെയും ഇന്ത്യ വെച്ചുകൊണ്ടിരുന്നാൽ ഇന്ത്യക്ക് ഇന്നിരിക്കുന്ന 4ാം സാമ്പത്തിക ശക്തി എന്നുള്ള സ്ഥാനത്ത് പോലും നിൽക്കാൻ പറ്റാതായി. ഇതെന്തുകൊണ്ട് നമ്മൾ നേടിയത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി നമ്മൾ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചുകൊണ്ടാണ്. ആ ഒറ്റക്കെട്ടെന്നുള്ളത് മാറി വിട്ടുപോയാൽ നമുക്ക് പിന്നെ പിടിച്ചു നിൽക്കാനാണ്. എന്തായാലും സാർ, ഈ പറഞ്ഞതുപോലെ ട്രംപിന്റെ പച്ചയിലാണ് മുനീർ ഈ ബഹളങ്ങളൊക്കെ ഉണ്ടാക്കുന്നതെന്ന് ഏതാണ്ട് വ്യക്തമാണ്. പക്ഷെ ഈ പറഞ്ഞതുപോലെ മുനീറിനെ ഇങ്ങനെ കെട്ടഴിച്ച് വിട്ടിരിക്കുന്നതും ട്രംപ് തന്നെയാണ്. അതെ, ട്രംപിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മുനീർ എന്തൊക്കെയോ ചെയ്യുന്നു. പക്ഷെ ഈ പറഞ്ഞ ഒരു അപകടം അതിനകത്തുണ്ട്. ഇന്ത്യക്ക് അതൊരു വെല്ലുവിളി തന്നെയാണ്. പക്ഷെ എങ്കിലും വെല്ലുവിളി ഉയർത്താൻ മാത്രമേ അവർക്ക് കഴിയുള്ളൂ. കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ്, ഇവിടെ നമ്മൾ POK-യിലുള്ള തീവ്രവാദ കേന്ദ്രങ്ങളും പഞ്ചാബിലുള്ള കേന്ദ്രങ്ങളും 8-9 കേന്ദ്രങ്ങൾ ആക്രമിച്ചപ്പോൾ തന്നെ അണ്ടർഗ്രൗണ്ടിൽ പോയ ആളാണ് മുനീർ. ബംഗറിൽ ഒളിച്ച ആളാണ്. അപ്പോൾ ആ മുനീർ ഇപ്പോൾ നമുക്കെതിരെ വീരവാദം ഉയർത്തുകയാണ്. 10 മിസൈലുകൾ അയക്കും. നമുക്കൊരു കൊച്ചു ബുള്ളറ്റ് മതി എന്ന് പറയുന്നതാണ്. അതിനുള്ള കരുത്തിന് ഇന്ത്യക്കുണ്ട്. എവിടെ ഒളിച്ചാലും മുനീറിന്റെ അവകാശവാദം, ഈ സിന്ധു നദിയിൽ നിങ്ങൾ അണക്കെട്ട് പണിഞ്ഞാൽ അത് പണിഞ്ഞു തീരുന്നത് വരെ ഞങ്ങൾ നോക്കിയിരിക്കും, പണിഞ്ഞു തീരുന്നതും ഞങ്ങൾ 10 മിസൈൽ അയക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ആ 10 മിസൈൽ വരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഒരു ചെറിയ ബുള്ളറ്റ് മതി. അത്രയേ ഉള്ളൂ മനുഷ്യന്റെ കാര്യത്തിന്റെ പണി എന്നേക്കുമായിട്ട് അത് മനസ്സിലാക്കും. ഒസാമ ബിൻ ലാദൻ ഇതിനേക്കാൾ എത്രയോ വലിയ തീവ്രവാദിയായിരുന്നു. അതെ, അമേരിക്ക ഒന്ന് നനച്ചു. പിന്നെ അത് അവരുടെ ബിസിനസ് ടവർ അടിച്ച് തകർത്ത ഒസാമ ബിൻ ലാദൻ അവസാനം എവിടെ പോയി? ഈ ഒസാമ ബിൻ ലാദനെ വളർത്തിയത് അമേരിക്ക തന്നെയാണ്. അതെ.
ഇതുപോലെ അടുത്ത വളർത്തൽ കൊണ്ട് നടന്നതും നീയേ ചാപ്പ, കൊണ്ടുപോയി കൊല്ലിച്ചതും നീയേ ചാപ്പ. അമേരിക്ക അതിന് മടിയൊന്നുമില്ല. അമേരിക്ക ഹയർ ആൻഡ് ഫയർ ആണ്. ഇപ്പോൾ അന്ന് ലാദനായിരുന്നു മുനീറിനെ ഹയർ ചെയ്തിരിക്കുന്നു, വാടകയ്ക്ക് എടുത്തിരിക്കുന്നു. ഇനി എന്നാണ് ഫയർ ചെയ്യുക എന്ന് മാത്രം നോക്കിയാൽ മതി. അത്തരത്തിൽ ഇന്ത്യയെ ഫയർ ചെയ്യാനാണ് ട്രംപ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇന്ത്യ എടുത്തത് നടന്നില്ല. ആദ്യം ഹയർ ചെയ്യാൻ നോക്കി, അത് നടന്നില്ല. പിന്നീട് ഫയർ ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു, അതും നടക്കില്ല ട്രംപ് എന്ന് ഇപ്പോൾ അവിടെയുള്ളവർ തന്നെ മനസ്സിലല്ലേ. അതായത് അമേരിക്കയുടെ മുൻ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ട് പറഞ്ഞിരിക്കുകയാണ്, അമേരിക്ക ചെയ്യുന്നത് വലിയ മണ്ടത്തരമാണ്. ട്രംപ് ആന മണ്ടത്തരത്തിലേക്കാണ് അമേരിക്കയെ കൊണ്ടുപോകുന്നത്. അമേരിക്കൻ എക്കോണമിയെ കൂപ്പുകുത്തിക്കാനുള്ള ശ്രമമാണോ ഇത് എന്ന് അതിശയിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യയുമായുള്ള ബന്ധം അത്ര പ്രധാനപ്പെട്ടതാണ് ഇന്നത്തെ സാഹചര്യത്തിൽ അമേരിക്കയ്ക്കെന്നാണ് ജോൺ ബോൾട്ടൺ പറഞ്ഞത്. അത് വെറുവാക്കല്ല, അദ്ദേഹം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി അഡ്വൈസർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അമേരിക്കയിൽ മുഴങ്ങിക്കേൾക്കും. അത് ട്രംപിൻ്റെ കാതിൽ കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിനാശകാലെ വിപരീത ബുദ്ധി. ട്രംപിന് പറഞ്ഞതുപോലെ ഈ വിദ്വാൻമാരായ ആൾക്കാർ പറഞ്ഞു കൊടുക്കുന്നതിനോടല്ല താല്പര്യം. ട്രംപ് ഒരു എടുത്തിയാട്ടക്കാരനും ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഒരു ബുള്ളിയാണ്. അവിടെ ഒരു കാളക്കൂറ്റൻ. ആ സ്വഭാവം അദ്ദേഹം ഉപേക്ഷിച്ചിട്ടില്ല. ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഒരു പരിപാടി ഉണ്ടല്ലോ, ചില വലിയ സാധനങ്ങളെ അടിച്ച് താക്കും, എന്നിട്ട് അത് താഴെ കിടക്കുന്നതിനെ ഉയർത്തിക്കൊണ്ട് വരുന്നതിന് അറിയാമോ, ഇത് താന്നു പോയി അത് ഉയരുകയാണെന്ന് കാണിക്കാനാണ്. എന്നിട്ട് സ്റ്റോക്ക് മുഴുവൻ ഇൻവെസ്റ്റ്മെന്റ് മുഴുവൻ അങ്ങോട്ടാക്കുമ്പോൾ ഇവനെ വീണ്ടും ഉയർത്തിയും വിടും, ഇത് ടപ്പയും താഴെ വീടും. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തവർ മുഴുവൻ വഞ്ചിതരാകും. ഇതിന്റെ ബെനിഫിറ്റ് മുഴുവൻ ട്രംപാണ് കുറേ നാളായിട്ട് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബിസിനസിന്റെ ബെനിഫിറ്റ് മുഴുവൻ ട്രംപാണ് അങ്ങനെ എടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ട്രംപ് ലോകത്തെ ഏറ്റവും വലിയ ധനികരിൽ ഒരാളായി മാറി. അത് ഒരു രാഷ്ട്രത്തലവൻ എന്നുള്ള നിലയ്ക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഭവിഷ്യത്തുകൾ രാഷ്ട്രത്തിന് മുഴുവൻ ബാധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മളൊരു വ്യക്തി ചെയ്യുന്നത് ചിലപ്പം ഒരു വ്യക്തിയായിട്ടാണ് ആയതുകൊണ്ട് പലപ്പോഴും തൊട്ടും തെറിച്ചും അത് പോയെന്നിരിക്കും. പക്ഷെ ഒരു രാഷ്ട്രം ചെയ്യുമ്പോൾ ആ രാഷ്ട്രത്തിന് വലിയ വലിയ വില കൊടുക്കേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.